ഇത് ചിത്രകഥകളിലെ മായാലോകമൊന്നുമല്ല, പ്രകൃതി തന്നെ മാർബിളിൽ കൊത്തിയെടുത്ത വിസ്മയമാണ്. ചിലിയും അർജന്റീനയും അതിർത്തി പങ്കിടുന്ന പാറ്റഗോണിയയുടെ ഹൃദയഭാഗത്താണ് മാർബിൾ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ജനറൽ കരേര തടാകത്തിലെ ഈ ഗുഹാസമുച്ചയത്തിന് കാപ്പിലാസ് ഡി മർമോൾ എന്നാണ് ഔദ്യോഗിക നാമം. ചിലിയിലും അർജന്റീനയിലുമായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ തന്നെ രണ്ട് ഭാഗങ്ങളിലും രണ്ട് പേരുകളിൽ തടാകം അറിയപ്പെടുന്നു. അർജന്റീനിയൻ ഭാഗത്ത് ബ്യൂണസ് ഐറിസ് തടാകമെന്നാണ് ഈ ജലാശയത്തിന്റെ നാമം. ശുദ്ധജല തടാകമായതിനാൽ തന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ് തടാകത്തിന്. ആകാശത്തിന്റെ നീലനിറത്തെ തടാകത്തിലെ ജലം നന്നായി പ്രതിഫലിപ്പിക്കുന്നു. അക്കാരണത്താൽ തടാകത്തിന് അഴകാർന്ന നീല നിറമാണുള്ളത്. ജലാശയത്തിലുണ്ടാകുന്ന വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും മൂലം ആയിരക്കണക്കിന് വർഷമെടുത്താണ് ഗുഹാസമുച്ചയം ഇന്ന് കാണുന്ന നിലയിൽ രൂപപ്പെട്ടത്. ഏകദേശം 6000 വർഷം കൊണ്ടാണ് ഈ പ്രകൃതി വിസ്മയം ഒരുങ്ങിയതെന്ന് വിദഗ്ധർ പറയുന്നു. ദശലക്ഷക്കണക്കിന് വർഷം കൊണ്ട് തടാകത്തിലെ ജലത്തിലുണ്ടായ കാൽസ്യം കാർബണേറ്റിന്റെ സമൃദ്ധമായ നിക്ഷേപമാണ് ഈ പ്രദേശത്തിന്റെ വ്യത്യസ്തമായ ഭൂപ്രകൃതിക്ക് കാരണം. ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുൻപ് ടെക്ടോണിക് പ്രവർത്തനങ്ങൾ മൂലം ജുറാസിക് കാലഘട്ടത്തിലാണ് ജനറൽ കരേര തടാകത്തിന് ചുറ്റുമുള്ള പ്രദേശം രൂപപ്പെട്ടത്. കാലക്രമേണ ഹിമാനികൾ ഉരുകുന്നതും നദികളുടെ ഒഴുക്കും മലനിരകളുടെ മണ്ണൊലിപ്പിന് കാരണമായി. തടാകത്തിൽ കാൽസ്യം കാർബണേറ്റിന്റെ നിക്ഷേപം രൂപപ്പെടാനും തുടങ്ങി. കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ പരൽ ഘടനയുള്ള ചുണ്ണാമ്പ് കല്ലാണ് മാർബിൾ നിക്ഷേപങ്ങൾക്ക് പ്രധാനമായും കാരണമാകുന്നത്. ആഴം കുറഞ്ഞ കടലിന്റെ അടിത്തട്ടിലെ സമുദ്രജീവികളുടെ ഷെല്ലുകളുടെയും അസ്ഥികൂടങ്ങളുടെയും ശേഖരണത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പാറ രൂപപ്പെടുന്നത്. കാലക്രമേണ ഷെല്ലുകളിലെയും അസ്ഥികൂടങ്ങളിലെയും കാൽസ്യം കാർബണേറ്റ് സാന്ദ്രമാവുകയും പരൽ രൂപത്തിലാവുകയും മാർബിൾ ഗുഹകളിൽ ഇന്ന് കാണുന്ന മാർബിൾ രൂപപ്പെടുകയും ചെയ്യുന്നു.